ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാലോ? എല്ലാവരും രാവിലെ തന്നെ ജോലി തിരക്കിലായിരിക്കുമല്ലേ? എനിക്കൊരു 7:15 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം കേട്ടോ. 8 മണിയാകുമ്പോഴത്തേനും മോന് സ്കൂൾ ബസ് വരും. ഒരാൾക്ക് ഇച്ചിരി താമസിച്ച് പോയാൽ മതി. ഞാനിന്ന് സിമ്പിളായിട്ടൊരു സാമ്പാർ വയ്ക്കണം. അധികം പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് കുറച്ച് പരിപ്പ് ആദ്യം ഇച്ചിരി ഉപ്പിട്ട് ഒരു വിസിൽ കേൾക്കാൻ വയ്ക്കൂ. പിന്നെ ഞാനിന്ന് ഈ അരിയൊക്കെ ദോശയ്ക്ക് അരച്ച് വയ്ക്കാൻ മറന്നുപോയി. മാവ് റെഡിയാക്കി വയ്ക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ രാവിലെ എന്നെ ഉണ്ടാക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കിട്ടിയിട്ടോ എനിക്ക്. അത് ഈ പച്ചരിയും തേങ്ങയും കൂടെ ശരിക്കും അരച്ചിട്ട് ലൂസാക്കി ശരിക്കും വെള്ളം എടുക്കണം. എല്ലാവരും ചെയ്യണമായിരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ ഇത് റെഡിയാക്കുമ്പോൾ ശരിയായി വന്നാൽ മതിയായിരുന്നു. അവരുടെ വീഡിയോ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, ഇതുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം കാണുമ്പോൾ ഞാനും കുഴിച്ചിട്ട് ശരിയാവുള്ളൂ. ആദ്യമായിട്ട് ഉണ്ടാക്കിയായിരുന്നായിരിക്കും. ചിലപ്പോൾ ഇനി റെഡിയാവുമായിരിക്കുമല്ലേ. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് വയ്ക്കായിരുന്നു കേട്ടോ. പക്ഷേ ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല, ആകൃതി അങ്ങ് ശരിയാവുള്ള. ഞാനുണ്ടാക്കിയിട്ട് ഏതാണ്ട് ഇന്ത്യയും പാകിസ്ഥാൻ്റെയും മാപ്പ് പോലെ വന്നത്. ഇനി അത് റെഡിയായിട്ട് വരുമായിരിക്കും. ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷേ ടേസ്റ്റ് അടിപൊളി കേട്ടോ. രണ്ടാമത് പഠിച്ചത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നണേ. പക്ഷേ ആ വീഡിയോയിൽ നല്ല രസമായിരുന്നു. ഇപ്പോൾ പരിപ്പ് വെന്തു കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ 2 കിഴങ്ങും 2 തക്കാളി എടുത്തോളൂ. അധികം പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു വിസിൽ കേട്ടാൽ മതി. എന്ന് വെച്ചാൽ അതിന് ഒത്തിരി വേവില്ലല്ലോ. അപ്പോൾ ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെയായിട്ട് സാമ്പാർ ഉണ്ടാക്കണം. എനിക്ക് കഷ്ണത്തിലേക്ക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് എടുക്കണേക്കാളും ഇഷ്ടം എനിക്കിങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചേർന്നേ കേട്ടോ. അപ്പോൾ ഒരു വിസിൽ കേൾക്കാൻ നമ്മൾ വെച്ചു. ഈ അപ്പം ഇപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നണേ. ഇനി ശരിയായി വരുമായിരിക്കും. ഇപ്പം ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഉലുവ ഇട്ടു കേട്ടോ. ഉലുവയും കടുകും കൂടെ ഇട്ട് ഇനി ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചതിട്ട് ശരിക്കും മൂപ്പിക്കണം കേട്ടോ. ഇനി ഒരു ബ്രൗൺ കളറാവണം, ഒത്തിരി കരിയരുത്, ഒരു ചെറിയൊരു ചുമന്ന ഇതാകണം വരെ ഒന്ന് മൂപ്പിച്ചിട്ടെടുത്തിട്ട് ഈ പരുവാകുമ്പത്തിന് മൂത്ത് വന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ, അവരവരുടെ എരിവിനനുസരിച്ച്. ഇത് കാശ്മീരി മുളകും കൂടി ഞാൻ പൊടിപ്പിച്ച് വെച്ചേക്കണേ. മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ഇനി സാമ്പാർ പൊടിയും കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ച് നമുക്ക് ആ കഷ്ണത്തിലേക്ക് ചേർക്കാം കേട്ടോ. രാവിലെ ജോലി ചെയ്യാൻ നമുക്കൊരു 10 കൈ കിട്ടിയാലെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. 7:30 ആകുമ്പത്തിന് ഇതെല്ലാം റെഡിയാക്കണ്ടേ, ചോറും കറിയും ഒക്കെ. ഇനി നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക ഇട്ടു കേട്ടോ. ഞാൻ വെണ്ടയ്ക്ക വരട്ടാണ്ടായിട്ട് ഇട്ടത് എണ്ണയിൽ. ചിലർ എണ്ണയിൽ വരട്ടിയിട്ടു, ഞാനിപ്പോൾ വരട്ടാണ്ടായിട്ട് ഇട്ടേക്കണേ.
എന്നിട്ട് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിക്കും. എന്നിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, ഉപ്പ് നോക്കിയിട്ട്. പിന്നെ ഒന്ന് ആ വെണ്ടയ്ക്ക ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അടിപൊളി സാമ്പാർ റെഡിയാവും.